ഹലോ, വെൽക്കം ടു ഡ്രീം എപ്പിക് പ്രതിഭ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനിപ്പോൾ 2 മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തിട്ടാണ് ഇരിക്കണേ. ഒന്ന്, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. ഡ്രീം എപ്പിക് പ്രതിഭ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ, ഞാനിട്ടൊരു വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ്. ആദ്യമായിട്ടാണ്. എനിക്കിതിനു മുന്നേ 10K വ്യൂസൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് അതിനും ഇതേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് എങ്ങനെയാണ് അച്ചീവ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഞാൻ വളരെ ഒരാഴ്ച കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതും 1 മില്യൺ വ്യൂസ് എന്ന് പറയുന്നതും ഞാൻ ഒരാഴ്ച കൊണ്ട്, ഒരു 6-7 ഡേയ്സ് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണി എങ്ങനെയായിരുന്നെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തതുകൊണ്ടും കമൻറ്റ് ചെയ്തതുകൊണ്ടും ഒക്കെയാണ് ആ വീഡിയോ ഇത്തിരിയോടും ഒന്ന് കയറിപ്പോയത്. അങ്ങനെ അത് 1 മില്യൺ വ്യൂസ് അടിച്ചു. നിങ്ങൾ തന്നെയാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നതും നിങ്ങളിൽ ഓരോരുത്തരും തന്നെയാണ് അത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എൻ്റെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തതെന്ന് പറയാം. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതായത് ഞാൻ എന്നും രാവിലെ എണീറ്റ ഉടനെ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതുന്ന ഒരു ബുക്കുണ്ട്, മാനിഫെസ്റ്റിംഗ് ബുക്കുണ്ട്, ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിൽ ഞാൻ എന്താണോ എനിക്ക് വേണ്ട വിഷ് അത് ഞാൻ എന്നും എഴുതി വയ്ക്കുമായിരുന്നു. അതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം. ഞാനത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വിശ്വാസം വേണമല്ലോ. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഞാനിത് നേടിയെന്ന് വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നില്ലല്ലോ. സോ ഞാൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഞാൻ മാനിഫെസ്റ്റേഷന് വേണ്ട കാര്യങ്ങൾ, എൻ്റെ വിഷൊക്കെ എഴുതി വയ്ക്കുന്ന നോട്ട്ബുക്ക് ഇതാണ്. അതിൽ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. പേജ് നമ്പർ 1, ഡേറ്റ് എഴുതിയിരിക്കുന്നത് 10/7/2024. അതായത് ജൂലൈ 10-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ്: താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ 1 മില്യൺ വ്യൂസ്. അപ്പോൾ ജൂലൈ 10-ന് ഇത് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ എനിക്കിത് 1 മില്യൺ എത്തുമോ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങ് എഴുതി തുടങ്ങി: താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ 1 മില്യൺ വ്യൂസ്. അതായത് എനിക്കത് കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് എഴുതി തുടങ്ങി. അങ്ങനെ ജൂലൈ 10-ന് സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ ഒരു 15 ആയപ്പോഴേക്കുമാണ് എനിക്ക് ശരിക്കും ഒരു ഡിഫറൻസ് അറിഞ്ഞു തുടങ്ങി. അതായത് ഇത് 1 lakh 2 lakh 3 lakh അങ്ങനെ പെട്ടെന്ന് പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി. അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയും തുടങ്ങി. അപ്പോൾ ഒരു 15-ാം തീയതി ആകുമ്പോഴേക്കും തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തു. അതായത് വിത്തിൻ 5 days അത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 0 ഒന്നും ആയിരുന്നില്ല. എനിക്ക് 400 ഉണ്ടായിരുന്നു, 400 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല, 1000-ലോട്ട് അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ മാനിഫെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 400-ൽ നിന്ന് 1000-ലോട്ടുള്ള ഒരു ജേർണിയാണ്. അത് എനിക്ക് ഈ ഒരു വീഡിയോ കാരണമാണ് ഉണ്ടായത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ 1 മില്യൺ വ്യൂസ് എന്നുള്ളത് 21 പ്രാവശ്യം എഴുതും. എന്നിട്ട് ലാസ്റ്റിൽ താങ്ക് യു യൂണിവേഴ്സ്, ലവ് യു സോ മച്ച്. ഇതെന്നും ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെ ജൂലൈ 10-ന് സ്റ്റാർട്ട് ചെയ്തു. ഇതെന്നാ ലാസ്റ്റ് എഴുതിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ജൂലൈ 15-ന് എഴുതിയതാണ്. 15 കഴിഞ്ഞ് 16-നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 16/7/2024. ഇപ്പോൾ 4 ദിവസം മുന്നേ 16-ാം തീയതിയാണ് എനിക്ക് 1 മില്യൺ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഒരു 6-7 ഡേയ്സാണ് ഞാൻ സത്യം പറഞ്ഞത് എഴുതിയിട്ടുള്ളൂ. ഈ എഴുതിയത് രാവിലെ എന്നും എണീറ്റ ഉടനെ ഇത് എഴുതുമായിരുന്നു. അങ്ങനെ ഇത് 6-7 ദിവസം എഴുതിയതിലൂടെ തന്നെ എനിക്കങ്ങനെ 1 മില്യൺ വ്യൂസ് ഒരു വീഡിയോ കേട്ടോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു ടെക്നിക്ക്. പിന്നെ രണ്ടാമത് ചെയ്തിരുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത്, അതായത് നമുക്കിങ്ങനെ നന്നായി ഉറക്കം വന്നുകൊണ്ട് നമ്മൾ ഉറക്കത്തിലോട്ട് വീഴുകയാണ്, ആ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ആ ടൈമിൽ ഞാനിതൊന്ന് വിഷ്വലൈസ് ചെയ്യാമായിരുന്നു. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ ഈ പിക്ചർ ഒന്ന് കാണുമായിരുന്നു. എൻ്റെ ഒരു വീഡിയോയ്ക്ക് അപ്പുറത്ത് 1 മില്യൺ വ്യൂസ് എന്ന് കാണുന്നു. അതുപോലെ എൻ്റെ ചാനലിൻ്റെ അവിടെ ഡ്രീം എപ്പിക് പ്രതിഭയുടെ അപ്പുറത്ത് 1K സബ്സ്ക്രൈബേഴ്സ് എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും ഞാൻ വിഷ്വലൈസ് ചെയ്യായിരുന്നു. അതൊരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ കാണേണ്ട ആവശ്യമുള്ളൂ.
അങ്ങനെ ഇത് രണ്ടും ഞാൻ ചെയ്തിരുന്നു. രാവിലെ എഴുതുന്നു, രാത്രി മനസ്സിലതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. ഈ രണ്ടും ചെയ്തതിലൂടെയാണ് 1 വീക്കിൽ തന്നെ എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് 1K കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ 1 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 7 ദിവസം കൊണ്ട് ഇത് ആയപ്പോൾ ഞാനിത് നിർത്തിയിട്ടോ. പിന്നെ എഴുതിയിട്ടൊന്നുമില്ല. എനിക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ എഴുതാൻ നിന്നില്ല. പക്ഷെ എന്തായാലും ഞാനിത് എഴുതിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, എൻ്റെ വിഷ് ഇതായിരുന്നു. അതിനു വേണ്ടി ഞാനിത് എഴുതി. നിങ്ങൾക്ക് പല പല വിഷയങ്ങളായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതാവില്ല. ചിലർക്ക് ജോലിക്ക് വേണ്ടിയായിരിക്കും, ചിലർക്ക് മാരേജിന് വേണ്ടിയായിരിക്കും, ചിലർക്ക് മണിക്ക് വേണ്ടിയായിരിക്കും, ചിലർക്ക് വീടിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും വിഷ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കും ഈ സെയിം ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് 0 to 1K ഈ 7 ദിവസം കൊണ്ടുണ്ടായതാണ്. അങ്ങനെയല്ല. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് മുന്നെയാണ്. പക്ഷെ ഞാനതിൽ വീഡിയോസൊന്നും ഇടാറില്ല. അങ്ങനെ അതങ്ങനെ ഒരു ഒന്നും യൂസ് ചെയ്യാത്ത കാരണം അങ്ങനെ വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ വീഡിയോസ് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറില്ല. അതുകൊണ്ട് അപ്പോൾ എനിക്കൊരു 400 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ 400 നിന്ന് ഞാനൊരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും, ഞാനിപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ വന്നതിന് ശേഷം കുറച്ച് നാളൊന്നും എടുത്തു. 1 മാസത്തോളം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് വീണ്ടും കയറി വരണമായിരുന്നു. അപ്പോൾ 1 മന്ത് ആയി ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഒരു വ്യൂ വരുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്, ലോങ് വീഡിയോസ് അങ്ങനെ ഇപ്പോൾ ഇടാറില്ല. കാരണം അതിനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അതിന് 100, 150 അത്ര വ്യൂസേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 1 വീക്ക് കൊണ്ട് തന്നെ വല്ലാത്തൊരു റിസൾട്ട് കിട്ടിപ്പോയി. സത്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, നമ്മൾ മനസ്സിൽ കിട്ടി എന്ന് പ്രതീക്ഷിച്ച് എഴുതുകയും ചെയ്തിരുന്നു, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എൻ്റെ മനസ്സിൽ എപ്പോഴും 1 മന്ത് എന്നുള്ളൊരു ഇതായിരുന്നു. അതായത് ജൂലൈ 30 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് എത്രയേ ഉള്ളൂ, ജൂലൈ 30 എൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവണം. അത്രേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 10 ദിവസം മുന്നേ ജൂലൈ 20 ആകുമ്പോഴേക്കും തന്നെ രണ്ടും ഞാൻ അച്ചീവ് ചെയ്തു. അതായത് 1 മില്യൺ വ്യൂസും 1K സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ ഇത്രയാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ദിവസം തന്നെ ആവണമെന്നില്ല. ചിലർക്ക് 2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടാം, ചിലർക്ക് 1 മന്ത് കൊണ്ടാവാം, ചിലർക്ക് 3 മന്ത് കൊണ്ടായിരിക്കാം. അത് നിങ്ങളുടെ വിഷനോട് ഡിപ്പെൻഡ് ചെയ്യും. അതായത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നടക്കും. നമ്മളിപ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് നടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മുടെ വിഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മളുടെ വിശ്വാസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആദ്യം ബിലീവ് ചെയ്യണം നമുക്കത് കിട്ടുമെന്നുള്ളത്. അതുപോലെ നമുക്കത് കിട്ടിയെന്ന രീതിയിലുമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. നമ്മളല്ലാതെ എഴുതരുത് താങ്ക് യു യൂണിവേഴ്സ് എനിക്കിത് കിട്ടണേ എന്ന് വിചാരിച്ച് എഴുതരുത്. എനിക്കിത് കിട്ടി എന്ന് വിചാരിച്ച് വേണം എഴുതാൻ, അല്ലേ, എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണി എന്തായാലും സക്സസ് ആവും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. സോ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.